പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കുകയും ഇൻഡെക്സ് 3% ഇടിയുകയും ചെയ്തു. നിഫ്റ്റി ഇന്ന് 3.24% ഇടിഞ്ഞപ്പോൾ സെൻസെക്സ് 2.95% ഇടിഞ്ഞു. നിഫ്റ്റി ഇന്ന് 22,161 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 3.46%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഇന്ന് 4.13%മാണ് ഇടിഞ്ഞത്. മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇൻഡിക്കേറ്ററായ ഇന്ത്യ വിക്സ് 66% ഉയർന്ന് 22.8 എത്തുകയും ചെയ്തു. ഇത്രയും നാൾ പിടിച്ചു നിന്ന സെക്ടറായ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. നിഫ്റ്റി ബാങ്ക് 3.19% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 3.49% ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് 6.75% ഇടിഞ്ഞു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 5.69%, നിഫ്റ്റി മീഡിയ 3.9%, നിഫ്റ്റി ഓട്ടോ 3.78%, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 3.47%, PSU ബാങ്ക് ഇന്ന് 2.84%, നിഫ്റ്റി ഫാർമ 2.75%, നിഫ്റ്റി IT 2.51%മാണ് ഇന്ന് ഇടിഞ്ഞത്. BSEയിലെ 775ഓളം സ്റ്റോക്കുകൾ ഇന്ന് 52 വീക്ക് ലോയിലേക്ക് എത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള എല്ലാ വിപണികളിലും കനത്ത സെല്ലിംഗ് പ്രഷർ വന്നിട്ടും ഈ താരിഫിനെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാകാനോ അല്ലെങ്കിൽ താരിഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇളവ് പ്രഖ്യാപിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതുതന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ആശങ്കയ്ക്കും സെല്ലിംഗ് പ്രഷറിനും പിന്നിലെ പ്രധാന കാരണം. ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്ന കനത്ത സെല്ലിംഗ് തന്നെ ബാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറയുക കൂടി ചെയ്തിരുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം ഏഷ്യൻ മാർക്കറ്റിൽ പ്രകടമായി. ഏഷ്യൻ മാർക്കറ്റിൽ അക്ഷരാർത്ഥത്തിൽ രക്തച്ചൊരിച്ചിൽ തന്നെയാണ് കാണാൻ സാധിച്ചത്. തൈവാൻ്റെ ഇൻഡെക്സ് 10% ഇടിഞ്ഞപ്പോൾ ജപ്പാൻ്റെ ഇൻഡെക്സ് 7% ഇടിഞ്ഞു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് ശക്തമായിരുന്നു. S&P 5.97%, ഡോ ജോൺസ് 5.50%, നാസ്ഡാക്ക് 5.73% ഇടിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും പെർഫോമൻസ്. 180-ലധികം രാജ്യങ്ങൾക്ക് മുകളിൽ റെസിപ്രോക്കൽ താരിഫ് ചുമത്തിയതിന് ഒരു റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിൽ ചൈന അമേരിക്കയ്ക്ക് എതിരായി 34% ടാക്സ് കൂടി അല്ലെങ്കിൽ 34% താരിഫ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉയരുകയാണ്. ഇന്ത്യക്കെതിരെ 26% ടാക്സ് ഏർപ്പെടുത്തിയെങ്കിലും ഇന്ത്യയെ ഈ ടാക്സ് അത്ര ഡയറക്റ്റായി ബാധിക്കില്ല എന്നാണ് അനലിസ്റ്റുകളും എല്ലാവരും പറയുന്നത്. അതേസമയം അമേരിക്കൻ മാർക്കറ്റ് റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിവ് കാണാൻ സാധിച്ചത്. കൂടാതെ റെസിപ്രോക്കൽ താരിഫ് മൂലം അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഉയരുമെന്നും കമ്പനികളുടെ പ്രോഫിറ്റിനെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കൂടാതെ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ തന്നെ റെസിപ്രോക്കൽ താരിഫ് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും പല രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അമേരിക്കയിൽ റിസഷൻ വരാനുള്ള സാധ്യത JP മോർഗൻ 40% നിന്നും 60% ഉയർത്തുകയും ചെയ്തു. ഈ വർഷ അവസാനത്തോടുകൂടി റിസഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കനത്ത സെല്ലിംഗ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ഗോൾഡ്മാൻ സാൻസ് ഇന്ത്യയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റിനെ 6.3% നിന്നും 6.1% കുറച്ചിരുന്നു. കൂടാതെ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്തിൽ 40 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കോണ്ടിക്കോയുടെ റിസർച്ച് റിപ്പോർട്ടിലും പറയുന്നു. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇന്ത്യ വിക്സ് 66% ഉയർന്ന് 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയത് മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം സെൻറ്റിമെൻറ്റിനെ കൂടുതൽ ദുർബലമാക്കുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് 5% ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോടുകൂടി 21,758 ഓപ്പൺ ചെയ്തത്. അതേസമയം ക്ലോസിംഗ് ബോട്ടം ലെവലിൽ നിന്നും 2% റിക്കവറായി 22,162 ക്ലോസിംഗ് നൽകിയത്. അതായത് 22,000 എന്ന ലെവലും കൂടാതെ ഇന്നത്തെ ഇൻട്രാഡേ ലോ ആയ 21,744 നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ 2 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്നുള്ള സൂചനയാണ് ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 22,500 ആയിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യുക. നിഫ്റ്റിയുടെ ട്രെൻഡ് പരിശോധിച്ചാൽ നിഫ്റ്റി ബിയറിഷ് ട്രെൻഡിലേക്ക് മാറിക്കഴിഞ്ഞു.
ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് റേഞ്ചായ 5 ഡേ 10 ഡേ 20 ഡേ 50 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് താഴെയാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ RSI പരിശോധിച്ചാൽ RSI 33.69 എന്ന വീക്ക് സോണിലേക്കും MACD ഒരു ബിയറിഷ് ഡൈവർജൻസിന് ആവശ്യമായിട്ടുള്ള സിഗ്നലും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വളരെയധികം ദുർബലമാണ്. അതേസമയം 21,750 എന്ന റേഞ്ചിനടുത്ത് മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ നിന്നും 22,000 മുകളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 22,300, 22,500 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് വേണം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്